ഈ കപ്പൽ മുങ്ങില്ല, ഒരു കപ്പിത്താനുണ്ട് ഇതിന് എന്നും നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. അത് ഉദ്ദേശിച്ചത് ആരെയാണെന്നുള്ളത് പിണറായി വിജയനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ആ കപ്പല് ആടി ഒലിയുക മാത്രമല്ല, കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് പറയപ്പെടുന്നത്? അവരല്ലേ പറയണത് നമ്പർ 1 ആണ്. മന്ത്രി തന്നെ ആശുപത്രി ചെന്നിട്ട് മാസ്ക് വെച്ചിട്ട് അവിടെ ഡോക്ടറെ കൂടെ മരുന്ന് വെച്ചപ്പോ മരുന്നില്ല, ഒന്നുമില്ലേ കമ്പ്യൂട്ടർ നോക്ക്, അത് നോക്ക്, ഇത് നോക്ക്, എടുക്ക്. എന്താ കാട്ടുക ഇവിടെ? ആര് നമ്പർ 1 ആണെങ്കിലും മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകണം ചികിത്സയ്ക്ക്, ഇവിടെ നോക്കിയ പോലെ നമ്പർ 1 അല്ല. ഇവര് വെറുതെ പറഞ്ഞ് പിന്നെ കതിരിൻ കുപ്പായങ്ങൾ ഓടിയെടുത്തു, സമരമെടുത്തു, ക്ലാസ്സുമെടുത്തു, അതിനെടുത്ത് ഞങ്ങളെ വീട്ടിലയച്ച്, പിന്നെ കൂളിൽ കൂട്ടം കൂടി അങ്ങേ തീറ്ററിൽ എപ്പടം കണ്ടു മെലിഞ്ഞ് വിശന്ന് വലിയ കറി പട്ടയടിച്ച് വലുത് കളിച്ച്. എല്ലാവരും എന്നോട് പാട്ടിടാൻ പറയും എല്ലാവരും. പക്ഷെ ഞാൻ ഒരു പാട്ടുകാരനല്ല. ഞാൻ കവിത എഴുതി ചെറിയ എൻ്റെ കവിതകൾ അത് മാത്രം ചൊല്ലുന്ന ഒരാളാണ്. പാട്ട് മാത്രമല്ല, നൃത്തം ചെയ്യുമെന്നുള്ള അതൊക്കെ ചെയ്യും. മനുഷ്യല്ല, മജ്ജി മാംസമുള്ളൊരു മനുഷ്യല്ലേ ഞാൻ. ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ പറ്റി പറയുന്ന ന്യൂസാണോ മരിച്ചിട്ട് നിങ്ങൾ എന്നെ പറ്റി പറയുന്നത്? വ്യത്യാസമല്ലേ? എല്ലാവർക്കും അതുണ്ടാവുമല്ലോ. മനുഷ്യൻ അങ്ങനെയല്ലേ? മരിച്ചു കഴിയുമ്പോഴാണല്ലോ നല്ലൊരു മനുഷ്യനായിരുന്നു. ഞാനിപ്പോഴും നല്ല മനുഷ്യൻ തന്നെ. അങ്ങനെയല്ല പറഞ്ഞത്. 5ാം ക്ലാസ് മുതൽ MCOM LLB BEd ഒക്കെ ഞാൻ സ്വന്തമായി അധ്വാനിച്ച് പഠിച്ച ആളാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 1 രൂപ പോലും ഞാൻ എൻ്റെ പഠനത്തിനോ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മേടിച്ചിട്ടുമില്ല, തന്നിട്ടുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കേരളത്തിലെ ഒരു ആരോഗ്യ മേഖലയുടെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ. ഇത്രയും പരിതാപകരമായിട്ട് മറ്റൊരു നാട്ടിലും ഇല്ലെന്ന് തോന്നുന്നു ഈ ഒരു അവസ്ഥ. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് പറയപ്പെടുന്നത്? അവരല്ലേ പറയണത് നമ്പർ 1 ആണ്. മന്ത്രി തന്നെ ആശുപത്രി ചെന്നിട്ട് മാസ്ക് വെച്ചിട്ട് അവിടെ ഡോക്ടറെ കൂടെ മരുന്ന് വെച്ചപ്പോ മരുന്നില്ല, ഒന്നുമില്ലേ കമ്പ്യൂട്ടർ നോക്ക്, അത് നോക്ക്, ഇത് നോക്ക്, എടുക്ക്. എന്താ കാട്ടുക ഇവിടെ? ആര് നമ്പർ 1 ആണെങ്കിലും മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകണം ചികിത്സയ്ക്ക്, ഇവിടെ നോക്കിയ പോലെ നമ്പർ 1 അല്ല. ഇവര് വെറുതെ പറഞ്ഞ് കോവിഡ് എന്ന് പറഞ്ഞില്ലേ, ടീച്ചർ പറഞ്ഞില്ലേ, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഏത് മരുന്നാണ് അവിടെ കൊടുക്കുന്നത്, ഞങ്ങൾക്ക് ആ മരുന്ന് തരാമോ, ആ വിദ്യ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. നമ്മൾ കേട്ടതല്ല, ചിരിച്ച് കാണും, ചിരിക്കുകയാണ് നമ്മള്. ഈ നമ്പർ 1 നമ്മൾ ചിരിയാണ്. എവിടെയാ നമ്പർ 1 കേരളത്തിന്റെ? ഏത് മേഖലയിലെ നമ്പർ 1? കേരള നമ്പർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളുടെ അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ആരോഗ്യ മേഖലയിൽ കുറച്ച് കെട്ടിടങ്ങൾ പണിതു, നമ്പർ 1 ആവില്ല. നല്ല ഡോക്ടേഴ്സ്, നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ മരുന്നുകൾ, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കൊണ്ടുവന്നാലാണ് നമ്പർ 1 ആയി ഇത് മാറുകയുള്ളൂ. അപ്പോ കേരളം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാ മേഖലയിലും താഴേക്ക് പോവുകയാണ്. പക്ഷെ അപ്പം ഇപ്പൊ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വീണ ജോർജ് കുറച്ച് നാളുകൾക്ക് മുൻപ് പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. ഈ കപ്പൽ മുങ്ങില്ല, ഒരു കപ്പിത്താനുണ്ട് ഇതിന് എന്നും നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. അത് ഉദ്ദേശിച്ചത് ആരെയാണെന്നുള്ളത് പിണറായി വിജയനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്നുണ്ടോ? ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ എന്നല്ലേ? അതെ, അത് അവർക്കങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പറയാൻ പറ്റുമോ ഇത് പ്രശ്നമുണ്ടെന്നുള്ള സത്യമാണല്ലോ. അപ്പൊ അത് ആ കപ്പല് ആടി ഒലിയുക മാത്രമല്ല, കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം വരെ ആത്മവിശ്വാസം നല്ലതാണ്. അതുകൊണ്ട് കേരളത്തിന്റെ അവസ്ഥ നമുക്കെല്ലാം പത്രം വായിക്കുന്ന ഒരു TV ആണെന്നൊക്കെയല്ലേ നമുക്കെല്ലാവർക്കും അറിയാലോ. ഇത് വലിയ ലീഡ് ഐക്യ ജനാധിപത്യ മുന്നണി കിട്ടി. വലിയ ലീഡോടുകൂടി നമ്മൾ ഭരണത്തിൽ വരുമ്പോൾ നമ്മളിത് ക്ലിയർ ചെയ്യും. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതെ, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതിനെ അപേക്ഷിച്ച് 2ാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മഹാമാരി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ആണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു വെക്കേണ്ടതൊന്നു തന്നെയായിരുന്നു. പക്ഷേ ഈ 2ാം പിണറായി സർക്കാർ വന്നപ്പം അതിനെല്ലാത്തിനും നേരെ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. 2021 ഇലക്ഷൻ സമയത്ത് ഈ ആദ്യ പിണറായി സർക്കാരിന്റെ സമയത്തുണ്ടായിരുന്ന മഹാമാരിയും അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിൽ കിറ്റ് നൽകിയും അല്ലെങ്കിൽ കോവിഡിൽ നിന്ന് രക്ഷപ്പെടുത്തിയൊക്കെ വോട്ട് പിടിക്കാനായിട്ട് പിണറായി സർക്കാരിന് സാധിച്ചു എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇപ്പം ഇനി അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പൊ VS-ന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവർ ആ ഒരു മരണത്തെ രാഷ്ട്രീയ വോട്ടാക്കി മാറ്റാൻ വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടിരുന്നു. അത് ഇനി അടുത്തൊരു തിരഞ്ഞെടുപ്പ് ഇവർക്ക് ഗുണം ചെയ്യുമോ? ഇല്ല, അങ്ങനെയൊന്നും ഒരു മരണമൊന്നും അങ്ങനെ ആക്കിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. VS വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. കേരള രാഷ്ട്രീയത്തിൽ ആൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം.
അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണം നമുക്കെല്ലാം വേദന ഉണ്ടാക്കിയ സംഭവമാണ്. നമ്മളൊക്കെ പോയി കാണുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്ത ഒന്നാണ്. രാഷ്ട്രീയപരമായിട്ടുള്ളത് അങ്ങനെ വന്നിട്ടൊന്നുമില്ല, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും അതൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ടല്ലോ. അതെ, അതിനുശേഷമാണ് ഈ മരണത്തിന് ശേഷം ആ ഒരു ഇപ്പം എന്താ പറയാ, ആ ഒരു വിലാപയാത്രയിൽ ഒരു അറ്റം മുതൽ ഈ അറ്റം വരെ, അല്ലെങ്കിൽ ആ ഒരു സംസ്കാര ചടങ്ങുകൾ തീരുന്നത് വരെ കൂടെ നിന്ന പല ആളുകളും അദ്ദേഹത്തെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയ ആളുകൾ തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത ഒരു വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ലേ. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരാളുടെ വില എത്രയുണ്ടോ അത് മരിച്ചു കഴിയുമ്പോൾ അത് 100 ഇരട്ടി വർദ്ധിക്കും. ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, എന്തെല്ലാം മോശമായിട്ട് ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അദ്ദേഹം ആരായെന്ന് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ പറ്റി പറയുന്ന ന്യൂസാണോ മരിച്ചിട്ട് നിങ്ങൾ എന്നെ പറ്റി പറയുന്നത്? വ്യത്യാസമല്ലേ? എല്ലാവർക്കും അത് ഉണ്ടാവുമല്ലോ. മനുഷ്യൻ അങ്ങനെയല്ലേ. മരിച്ചു കഴിയുമ്പോഴാണല്ലോ നല്ലൊരു മനുഷ്യനായിരുന്നു. ഞാനിപ്പോഴും നല്ല മനുഷ്യൻ തന്നെ. അങ്ങനെയല്ല പറഞ്ഞത്. അയ്യോ, ഞാന് ഈ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ലവനായി ജീവിക്കുക. അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ ആളുകൾ കൂടുതൽ നല്ലത് പറയും, അല്ലെങ്കിൽ അവൻ മരിച്ചു നന്നായി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ VS ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്, നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് VS. അതവരുടെ കാര്യം. ഓക്കെ, എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾക്കിടയിൽ കേട്ടിട്ടുണ്ട് പാട്ട് പാടി സീറ്റ് പിടിച്ചൊരു വ്യക്തിയാണ് എന്ന്. അന്ന് പാടിയ ആ ഒരു കവിതയുണ്ടല്ലോ, സീറ്റ് മോഹി എന്ന് പറയുന്നൊരു കവിത, അത് ഒന്ന് പാടാമോ? എല്ലാവരും എന്നോട് പാട്ടുപാടാൻ പറയും, എല്ലാവരും. പക്ഷെ ഞാൻ ഒരു പാട്ടുകാരനല്ല. ഞാൻ കവിത എഴുതി ചെറിയ എൻ്റെ കവിതകൾ അത് മാത്രം ചൊല്ലുന്ന ഒരാളാണ്. പാട്ട് മാത്രമല്ല, നൃത്തം ചെയ്യുമെന്നുള്ള അതൊക്കെ ചെയ്യും. മനുഷ്യല്ല, മജ്ജയും മാംസമുള്ളൊരു മനുഷ്യല്ലേ ഞാൻ. ചെറുത്തുള്ളൂ, നൃത്തം ചെയ്യും, അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ഏത് യോഗത്തിൽ ഞാൻ അവിടെ അങ്ങനെ ഒരു ആളുടെ മുന്നിൽ ഞാൻ ഒരു അഭിനയിച്ച് കാണിക്കാറൊന്നുമില്ല. ഞാൻ നല്ലവനാണ്, അത് വലിയവരാണ് അല്ല. ഞാൻ എൻ്റെ എല്ലാ രീതിയിലും മനുഷ്യരായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, ആരെയും ശല്യപ്പെടുത്തില്ല, ആർക്കും വിരോധമേ ഒന്നും ചെയ്തില്ല, ആരും അങ്ങനെയുള്ള കുറച്ച് ക്വാളിറ്റി എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ മനുഷ്യൻ എന്ന രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ഒരാളാണ്. സീറ്റ് മോഹി എന്ന് പറയുന്ന കവിത ഞാൻ 2016 ഞാൻ സീറ്റിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എഴുതിയ തമാശ കവിത സീറ്റ് മോഹി. അതിലിങ്ങനെ പത്രം നോക്കുമ്പോൾ ഈ പെരുമ്പാവൂർ സീറ്റിലേക്ക് പേര് വരുമ്പോൾ എൻ്റെ പേര് വരുന്നില്ലെന്ന്. അപ്പം ഞാൻ ചുമ്മാ എഴുതി, പത്രം മറിച്ചു നോക്കി, എൻ്റെ മാത്രം പേരില്ല, പത്രാധിപരെ വിളിച്ചു നോക്കി, നാളെയെങ്കിലും ഒരു ന്യൂസ് കൊടുത്തന്നെ ആളാക്കുവാൻ കനിയണം പൊന്നു സാറേ. ഏതു മണ്ഡലം നോക്കി ഇരിപ്പു നീ, ഏതു മണ്ഡലം കൈവിട്ടു പോകുമോ, എന്തു ചെയ്യണം MLA ആകുവാൻ, എവിടെ പോയി ഞാൻ ഭജനായി ഇരിക്കണം. 5 നേരവും വാട്സാപ്പിൽ ഫോട്ടോയിട്ട് എൻ്റെ നെഞ്ചു കവരുന്നു പിഞ്ചു നേതാക്കൾ. ഇന്നലെ ചെയ്ത ധീരപ്രവൃത്തികൾ ഇന്നിതാ വീരമൃത്യുവായി ഫേസ്ബുക്ക് കമൻറ്റുകൾ. അങ്ങനെ കുറേ ഉണ്ടത്. അതിൻ്റെ കുറച്ച് ഭാവം എൻ്റെ ഓർമ്മയൊന്നും ഇല്ല മാത്രമേ ഉള്ളൂ, മൊത്തം കാണാൻ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ചെറിയ കവിതകളൊക്കെ എഴുതി. ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ ചെറിയ കവിത എഴുതും. കോളേജിൽ പഠിക്കുമ്പോൾ ഒക്കെ കവിത ചൊല്ലിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഹാസ്യവതിൽ എഴുതുമായിരുന്നു കോളേജിൽ. നമ്മുടെ കോളേജിൽ ഒരു കാര്യം കോളേജിൽ കണ്ട കോളേജിനെ പറ്റി തന്നെ എഴുതിയിട്ടുണ്ട്. വഴിയോര കാഴ്ചകൾ എന്ന് പറയുന്ന കവിത ചെയ്തിട്ടുണ്ട്. നിർമ്മല കോളേജ് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ. അങ്ങേ കടയിൽ കണ്ണും ഇഴിച്ചും ഇരിക്കും കാർന്നവർ കാശി ഇടവക മക്കൾക്കൊന്നായി സിഗരറ്റിൻ കുറ്റികൾ വിറ്റുതുലയ്ക്കും നേരം മുന്നോട്ടൊരുപടി ഒന്നൊന്നൊന്നായി ചവിട്ടിക്കയറി മടുത്തും ഇരിപ്പു അങ്ങേ മതിലിൽ ഒരു പറ്റങ്ങൾ കാല് ചിരിച്ചു ചവിട്ടി കാമിനിമാരവർ കണ്ണുമടിച്ചു മിളിച്ചു ചിരിച്ചു വരുന്നത് കണ്ടേ തടിയും മാഷുമാരുടെ ഉണ്ട സ്കൂട്ടർ കണ്ടേ കേട്ടേ താഴെ ക്യാൻറ്റീനിൽ ആരോ അലുവ മുറിച്ച് ചവയ്ക്കും ശബ്ദം ദേണ്ടേ ഒരുവൻ കട്ടൻ ചായ കട്ടുകുടിച്ച് ഇക്ക പിടിച്ച് ഒച്ചയെടുത്തേ പിന്നെ കതറിൻ കുപ്പായങ്ങൾ ഓടിയെടുത്തു സമരമെടുത്തു ക്ലാസ്സുമെടുത്തു ഹാജരെടുത്ത് ഞങ്ങളെ വീട്ടിലയച്ച് പിന്നെ കൂളിൽ കൂട്ടം കൂടി അങ്ങേ തീറ്ററിൽ എപ്പടം കണ്ടു മെലിഞ്ഞ് വിശന്ന് വലിഞ്ഞ് കയറി പട്ടയടിച്ച് വലുത് കളി. ഇങ്ങനെ കോളേജിലെ ഓരോ കാര്യങ്ങളും ഞാൻ ഒത്തിരി കവിത എഴുതിയിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ. അതെല്ലാം ഞാൻ ക്യാമ്പസിൽ ചൊല്ലുമായിരുന്നു. എൻ്റെ കോളേജിലെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ എനിക്ക് ഭയങ്കര ലീഡായിരുന്നു. എനിക്ക് മൊത്തമുള്ള കുട്ടികളിൽ ഏകദേശം 2000-ഓളം വോട്ട് എനിക്കും എൻ്റെ എതിരാളിക്കും 500 വോട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ എനിക്ക് 1500 വോട്ടിന് ലീഡ് തന്നെ എനിക്ക് കിട്ടിയായിരുന്നു. അതിലൊക്കെ എൻ്റെ കവിതകൾ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഹാസ്യകവിതകൾ എഴുതി ചൊല്ലും. അപ്പോൾ അത് എല്ലാവരെ കുറിച്ച് എഴുതും. അധ്യാപകരെ കുറിച്ച് എഴുതും, പെൺകുട്ടികളെ കുറിച്ച് എഴുതും, ആൺകുട്ടികളെ കുറിച്ച് എഴുതും, ജീവിതത്തെക്കുറിച്ച് എഴുതും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അന്ന് എഴുതിയിട്ടുണ്ട്.
ഇപ്പോ പഠനകാലത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് മാത്രമല്ല ഇപ്പോഴും പല മാതാപിതാക്കളുടെയും പേടിയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഭാവി എന്താകും എന്നൊരു ചോദ്യചിഹ്നം ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഒരു പിന്തിരിപ്പിക്കൽ ഉണ്ടായിരുന്നോ ഫാമിലിയിൽ? എന്റെ വീട്ടിൽ അങ്ങനെയില്ല. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ 5ാം ക്ലാസ് മുതൽ MCOM LLB BEd ഒക്കെ ഞാൻ സ്വന്തമായി അധ്വാനിച്ച് പഠിച്ച ആളാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 1 രൂപ പോലും ഞാൻ എൻ്റെ പഠനത്തിനോ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മേടിച്ചിട്ടുമില്ല, തന്നിട്ടുമില്ല. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ പത്ര ഏജൻ്റായിരുന്നു. പത്രം ഇടാൻ പോണ ആളായിരുന്നു ഞാൻ. രാവിലെ 4 മണിക്ക് എണീറ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ മോറ്റർ സ്റ്റാൻഡിൽ നിന്ന് പത്രം ഇട്ടിട്ട് മാസം 300 എനിക്ക് വരുമാനം ഉണ്ടായിരുന്നു. ട്യൂഷൻ സെൻറ്ററിൽ നടത്തിയിരുന്നു ഞാൻ. പഠിക്കും, താഴെ കുട്ടികളെ പഠിപ്പിക്കും. പിന്നെ പള്ളിയിൽ മണി അടിക്കുന്ന ജോലി ഉണ്ടായിരുന്നു. പള്ളിയിലെ ക്ലർക്കായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. പപ്പയ്ക്ക് കോപ്പറേറ്റീവ് ഉള്ളപ്പോൾ ഞാൻ തേങ്ങ പൊതിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ എവിടെ പോയാലും എൻ്റെ വീട്ടുകാർക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് രീതിയിലുള്ള പാർട്ടിയുടെ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ ആകണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ജീവിതത്തിൽ. അത് അത്രേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ദൈവം അവിടെ നിന്ന് എന്നെ ഉയർത്തി ഇവിടെ വരെ എത്തിച്ചു എന്നതിൽ ഞാൻ സന്തോഷവാനാണ്. അതെ, അപ്പൊ ഇനിയും ഉയരത്തിലേക്ക് എത്തും. എന്തായാലും ഇത്രയും തിരക്കുള്ള സമയത്ത് ഇത്രത്തോളം വിലപ്പെട്ട സമയം നമുക്ക് തന്നതിന് ഒരുപാട് നിങ്ങൾക്കും ഒരുപാട് നന്ദി. തീർച്ചയായും നേഷൻ ഫസ്റ്റ് എന്ന ഈ ചാനലിലൂടെ എൻ്റെ കാര്യങ്ങൾ, എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ പറയാനും നിങ്ങളെ അറിയാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു.